തങ്ങളോട് പാകിസ്ഥാനിൽ പോകാൻ തന്റെ ഇന്ത്യ അങ്ങനെ ബോബി ചെമ്മണ്ണൂരിന്റെ അറസ്റ്റാണ് കേരളത്തിലെ മാധ്യമങ്ങളും സമൂഹ മാധ്യമങ്ങളും ഇന്ന് ആഘോഷിക്കുന്നത്. എന്നാൽ ഇത് യഥാർത്ഥത്തിൽ കേരളത്തിലെ പിണറായി വിജയൻ സർക്കാരും CPM-ഉം ചേർന്ന് കേരള പോലീസിനെ ഉപയോഗിച്ച് നടത്തിയ ഒരു PR സ്റ്റണ്ടാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നേരെ മറിച്ച് ക്രമസമാധാന പാലനമായിരുന്നു സർക്കാരിന്റെയും പോലീസിന്റെയും ലക്ഷ്യമെങ്കിൽ ബോബി ചെമ്മണ്ണൂരിനേക്കാൾ ഒരു നിമിഷം മുമ്പെങ്കിലും PC ജോർജിനെ ഇവർ അറസ്റ്റ് ചെയ്ത് കാരാഗൃഹത്തിൽ അടയ്ക്കേണ്ടതായിരുന്നു. അത്രമാത്രം വർഗീയ വിഷം വമിപ്പിക്കുന്ന മുസ്ലിം വിരുദ്ധ പരാമർശനങ്ങളാണ് ജനം TV-യുടെ ചാനൽ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് ഈ ദിവസങ്ങളിൽ PC ജോർജ് നടത്തിയത്. ആ ദൃശ്യങ്ങൾ നമുക്കൊന്ന് കണ്ടു നോക്കാം. ഈ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ മുസ്ലിമാണോ അവൻ വർഗീയവാദിയാണ്? വർഗീയവാദിയല്ലാത്ത ഒരു മുസ്ലിമിൻ ലോകത്ത് ഇന്ത്യ മഹാരാജ്യത്ത് ജീവിച്ചിരിപ്പില്ല. ഇതാ ഞാൻ ഒരു പുസ്തകം കാണിക്കാം. നമ്മുടെ മുഹമ്മദ് ഗസ്നിയുടെ ഇന്ത്യൻ ആക്രമണങ്ങളായത് ഈ പുസ്തകം. മനസ്സിലായോ? ഇതൊന്ന് വായന നമ്പിയാരെ രക്തം തിളയ്ക്കും. അറിയാമോ എത്ര ലക്ഷക്കണക്കിന് മുസ്ലിങ്ങളെ ഹിന്ദുക്കളെ കൊന്നൊടുക്കിയ അല്ല ക്രിസ്ത്യാനികളെയും ഹിന്ദുക്കളെ കൊന്നൊടുക്കിയത് ഉമ്മാര് മുസ്ലിം രാഷ്ട്രം ഉണ്ടാക്കാൻ വേണ്ടി തുണിവെക്കി നോക്കുക, ഉടനെ വെട്ടുക. മനസ്സിലായില്ലേ? ഇത്ര വൃത്തികെട്ടവന്മാര്, രാജ്യത്തെ കൊള്ളയടിക്കുന്നവന്മാര്, എന്നിട്ട് പറയുക വലിയ വിപ്ലവം പ്രസംഗിക്കുക. എനിക്ക് കോമരങ്ങളാണ് ഇവന്മാർ. ഞാൻ പച്ചയ്ക്ക് പറയുന്നു, എനിക്കൊരു മടിയില്ലെന്ന് പറയാം. ഞാൻ ഈരാറ്റുപേട്ട, മനസ്സിലായില്ലേ? ഈരാറ്റുപേട്ട എന്ന് പറഞ്ഞ ഏതാ 40,000 പോപ്പുലേഷൻ ഉള്ളതിൽ 38,600 മുസ്ലിങ്ങളുള്ള ഈരാറ്റുപേട്ടയിൽ ഇരുന്നു കൊണ്ടാണ് PCR പറയുന്നത് നിങ്ങളെപ്പോഴും വർഗീയവാദികൾ, മനസ്സാക്ഷിയില്ലാത്ത വർഗീയവാദികൾ എവിടെ ഉണ്ട്? മനസ്സാക്ഷിയുണ്ട് നിങ്ങൾക്ക്? മറ്റു മതസ്ഥരോട് സൗമനസ്യമുണ്ടോ? ഞങ്ങളൊക്കെ കാണിക്കുന്ന വൈമനസ്യം നിങ്ങൾ കണ്ടുപഠിക്കുക. ഞങ്ങൾ ആരെങ്കിലും മുസ്ലിമിനെ കൊല്ലണമെന്ന് പറയുന്നുണ്ടോ? എന്തുകൊണ്ട്? ഞങ്ങളൊക്കെ പഠിച്ചത് ഇടകരണം തടിച്ച വലതുകരണം കാണിച്ചു കൊടുക്കുന്ന പഠിച്ച യേശുവിന്റെ അഭിപ്രായക്കാരനാണ് ഞങ്ങൾ. അല്ലെങ്കിൽ വർഗീയവാദി മുസ്ലിം ആണോ അവൻ വർഗീയവാദിയെ മാറിപ്പോയി. ഇന്ത്യ അല്ല അവന് വേണ്ടത്, പാകിസ്ഥാനാണ് വേണ്ടത്. ഇവിടെ ക്രിക്കറ്റുകൾ നടക്കുമ്പോൾ നമ്പ്യാരെ ക്രിക്കറ്റ് നടക്കുക, ഇന്ത്യയും പാകിസ്ഥാനും കൂടെ ക്രിക്കറ്റുകൾ നടക്കുമ്പോ നമ്മുടെ ഇവിടെ കേരളത്തിലിരിക്കുന്ന മുസ്ലിമാ ചാനൽ നോക്കിക്കൊണ്ടിരിക്കുക. നമ്മുടെ വിക്കറ്റ് നോക്കുമ്പോ എന്ന് കൈയടിക്കുക. തറാൻ പറഞ്ഞവന്മാര് അവൻ ഇന്ത്യക്കാരനാണോ? ഇന്ത്യയുടെ മനസാക്ഷി ഉണ്ടോ അവന്? ഇന്ത്യൻ ഇന്ത്യൻ ക്യാപ്റ്റന്റെ വിക്കറ്റ് പോകുമ്പോ കൈയടിച്ച് പാകിസ്ഥാൻ സിന്ധാ വിളിക്കുന്നവൻ എങ്ങനെ ഇന്ത്യക്കാരനാവും? ഈ തെണ്ടുകൾ പോകാൻ പാടില്ലായിരുന്നോ പാകിസ്ഥാനിലേക്ക്? എന്തിനു കിടക്കുന്നു? ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് കിടന്നുകൊണ്ട് ഇന്ത്യക്കെതിരായിട്ട് വർത്താനം പറയുക. ഇവരൊക്കെ പാകിസ്ഥാൻ ഉണ്ടാക്കിയല്ലോ, പോകുന്നില്ലല്ലോ. PC ജോർജിന്റെ വാക്കുകൾ നിങ്ങൾ കേട്ടല്ലോ. എന്തെല്ലാം വൃത്തികേടുകളാണ് അയാൾ പറയുന്നത്. ഒരു മതവിഭാഗത്തെ അടച്ചാക്ഷേപിച്ചുകൊണ്ട് അവരുടെ മതവികാരങ്ങളെയും ദേശസ്നേഹത്തെയും വ്രണപ്പെടുത്തിക്കൊണ്ട് ഇയാൾ അഴിഞ്ഞാടുകയായിരുന്നു അക്ഷരാർത്ഥത്തിൽ. ഇന്ത്യയിൽ ഒരുത്തൻ മുസ്ലിമാണോ അവൻ തീവ്രവാദിയാണെന്നാണ് ഇയാൾ പറയുന്നത്. ഇന്ത്യയിൽ ജനിച്ച മുസ്ലിങ്ങളെല്ലാം പാകിസ്ഥാനിലേക്ക് പോകണമെന്നാണ് ഇയാളുടെ ആവശ്യം. ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റ് കളി വരുമ്പോൾ പാകിസ്ഥാന് വേണ്ടി പ്രാർത്ഥിക്കുകയും കൈയടിക്കുകയും ചെയ്യുന്നു എന്ന് വരെ PC ജോർജ് പറയുന്നു. ഏത് നിയമത്തിന്റെ പരിധിയിൽ നിന്ന് നോക്കിയാലും PC ജോർജ് ചെയ്തിരിക്കുന്നത് ഒന്നല്ല ഒന്നിലധികം ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം കേസെടുക്കേണ്ട കുറ്റകൃത്യമാണ്. എന്നാൽ ഈ നിമിഷം വരെ ഇതിനെതിരെ കേസെടുക്കുവാനോ അന്വേഷണം നടത്തുവാനോ സർക്കാർ തയ്യാറായിട്ടില്ല എന്നതാണ് കൗതുകകരമായ വസ്തുത. ഇത് മാത്രമല്ല, ഇവിടുത്തെ മുഖ്യധാരാ മാധ്യമങ്ങളും പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും PC ജോർജിനെ കേസെടുത്ത് അകത്താക്കണമെന്ന് ആവശ്യം ഉന്നയിച്ചിട്ടില്ല എന്നുള്ളതും മറ്റൊരു ഞെട്ടിക്കുന്ന കാര്യം തന്നെയാണ്. ഇവിടെ കൊണ്ടും PC ജോർജിന്റെ അതിക്രമങ്ങൾ അവസാനിച്ചിട്ടില്ല. ഇനി ബാക്കി കൂടി നിങ്ങൾ കേട്ടുനോക്കുക. ഈ PC ജോർജ് എന്ന് പറയുന്ന വർഗീയ വിഷം തുപ്പുന്ന ഈ ശ്രമിക്കുന്ന ആളാ PC ജോർജ്. ഞങ്ങളോട് പാകിസ്ഥാനിൽ പോകാൻ തന്റെ ഇന്ത്യ അങ്ങനെ അങ്ങനെയുള്ള പരാമർശങ്ങൾ രാജ്യത്ത് മാന്യമായി ജീവിക്കുന്ന ആളുകളെ കുറിച്ച് വോട്ട് വാങ്ങി തെരഞ്ഞെടുക്കപ്പെട്ട ആളായി
ചർച്ചയിൽ പങ്കെടുത്ത മുസ്ലിം ലീഗ് പ്രതിനിധി സഹി കെട്ടപ്പോൾ ഒരു പദപ്രയോഗം, അൺപാർലമെന്ററിയായ ഒരു പദപ്രയോഗം നടത്തി. അയാൾ ചോദിച്ചത് ഇത്ര മാത്രമാണ്: ഇന്ത്യയിലെ മുസ്ലിങ്ങളെല്ലാം പാകിസ്ഥാനിലേക്ക് പോകണമെന്ന് പറയുവാൻ PC ജോർജിന്റെ അപ്പന്റെ വകയാണോ ഇന്ത്യ എന്നാണ്. ഇത് കേട്ടതോടുകൂടി ഹാലിളകിയ PC ജോർജ് ഹറാം പിറന്നവനെ, ഹറാമിന് പിറന്നവനെ, ഹറാമായി ജനിച്ചവനെ എന്നിങ്ങനെ തുടരെ 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 ശാപവചനങ്ങൾ ചൊരിഞ്ഞുകൊണ്ട് ഒരു മതത്തിന്റെ വികാരങ്ങളെയും വിശ്വാസത്തെയും വ്രണപ്പെടുത്താവുന്നതിന്റെ പരമാവധി വ്രണപ്പെടുത്തിക്കൊണ്ട് തട്ടഹസിക്കുകയായിരുന്നു. ഇത്രയെല്ലാം നിന്ദ്യവും നീചവുമായ നിലപാടുകളും പരസ്യ പ്രസ്താവനകളും PC ജോർജിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടും അയാളെ അറസ്റ്റ് ചെയ്യുവാൻ കേരള പോലീസിന് കഴിയാത്തതിന് കൃത്യമായ കാരണങ്ങളുണ്ട്. PC ജോർജ് ഇന്ന് BJP-യിലാണ്. PC ജോർജ് ഇന്ന് RSSന്റെ സംരക്ഷണയിലാണ്. RSSന്റെ പ്രത്യയശാസ്ത്രവും പ്രചരണവുമാണ് അയാളുടെ വായിലൂടെ പുറത്തു വരുന്നത്. പിണറായി വിജയന് RSSനെ ഭയമാണ്. കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ പറയുന്നത് പോലെ ഒരു RSS പിണറായി അന്തർധാര സജീവമാണ്. അതുകൊണ്ട് തന്നെ ഈ രാജ്യത്തിന്റെ ജനാധിപത്യവും മതേതരത്വവും പരസ്യമായി വെല്ലുവിളിക്കപ്പെടുമ്പോൾ പിണറായി വിജയന്റെ പോലീസ് കയ്യും കെട്ടി നോക്കിയിരിക്കുകയാണ്. നമ്മളൊന്ന് ഓർക്കണം, രാജ്യത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി ഭരിക്കുന്ന ഏക സംസ്ഥാനത്താണ് ഇത്തരത്തിൽ ഇന്ത്യയുടെ മതേതരത്വത്തെ വെല്ലുവിളിച്ചുകൊണ്ട് PC ജോർജിനെ പോലൊരു BJP നേതാവ് അഴിഞ്ഞാടുന്നത്. ഈ പ്രവണത ആപൽക്കരമാണ്. ഈ സംസ്ഥാനത്തിന്റെ മതേതര ഫാബ്രിക്കിന് വലിയ വെല്ലുവിളിയാണ്. PC ജോർജിനെ പോലെയുള്ള രാഷ്ട്രീയത്തിലെ നികൃഷ്ട ജന്മങ്ങൾ കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെടുവാൻ ഒരു നിമിഷം പോലും വൈകിക്കൂട. ഈ ചിന്തകൾ ജനാധിപത്യ കേരളവുമായി മതേതര മനസ്സുള്ള മലയാളികളുമായി പങ്കുവെച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നന്ദി.